ബോളിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫീൽഡിലാണ് എല്ലാ പിഴവുകളും നമുക്കുണ്ടായത് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ പ്രസീദ് കൃഷ്ണയും അതുപോലെ തന്നെ കുൽദീപ് യാദവിൻ്റെയും ഹർഷിത് റാണയുടെയും സ്റ്റാറ്റസുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ പരാജയപ്പെട്ടത് എന്തുകൊണ്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ കോർബിൻ ബോഷും കേശവ് മഹാരാജ് നിൽക്കുന്ന സമയത്ത് ഒരു നിസ്സഹായനായ ഒരു ബൗണ്ടറിയിൽ നിൽക്കുന്ന വിരാട് കോഹ്ലിയുടെ ഒരു ഫോട്ടോ ഭയങ്കരമായിട്ട് വൈറലായി ഓടുന്നുണ്ടെന്നാണ്. അദ്ദേഹം നന്നായി ഡെലിവറി ചെയ്തൊരു മാച്ചിൽ നിസ്സഹായനായി പോകുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹത്തിന് അറിയാം എന്നുള്ളതാണ്. അപ്പോൾ ഹർഷിത് റാണ റാഞ്ചിയിൽ കോർബിൻ ബോഷിനെ പിന്നെ പുറത്താക്കിയതിനു ശേഷം അദ്ദേഹം ഇങ്ങനെ ഡ്രസ്സിംഗ് റൂമിലേക്ക് ഇങ്ങനെ ആക്ഷൻ കാണിക്കുന്നത് പിഴയും കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഗ്രഷനൊക്കെ ഇന്നലെ എവിടെ പോയതാണ് എന്ന്. പക്ഷെ ഒരർത്ഥത്തിൽ ടോസ് ഫാക്ടർ നിർണായകമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം ഈ മത്സരത്തിൽ 20 തവണ അവസാനമായിട്ട് ടോസ് ചെയ്യുന്നത് 2023 വേൾഡ് കപ്പിൽ ന്യൂസിലൻഡിനെതിരെയാണ്. അതെ, ഈ മത്സരത്തിൽ 20 മാച്ചായി. അതെ, ഈ മത്സരത്തിന് ശേഷം KL രാഹുൽ പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ഡേ നൈറ്റ് മത്സരമായതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഡ്യൂ ഫാക്ടർ പിച്ചിലെ ഈർപ്പം ഭയങ്കര നിർണായകമാകും. ഒരുപാട് തവണ അദ്ദേഹം ന്യൂ ബോൾ എടുക്കാനൊക്കെ അനുവദിക്കുന്നുണ്ട് പിന്നെ അമ്പയർ. പക്ഷേ അതിലൊക്കെ നമുക്കൊരു കുറച്ചാണ് അതിലൊക്കെ പഴിചാരാൻ പറ്റുള്ളൂ. നമുക്ക് നമ്മുടെ പിഴവുകളിലേക്ക് തന്നെ വന്നാൽ ഫീൽഡിൽ നമ്മൾ വരുത്തിയ പിഴവുകൾ. ഇപ്പോൾ തിലക് വർമ്മ മനോഹരമായിട്ടൊരു ബൗണ്ടറി സേവ് ചെയ്യുന്നുണ്ട്. അത് അങ്ങനെ 1-2 മൊമെന്റുകൾ വിട്ട് കഴിഞ്ഞാൽ എത്ര ഫോറുകൾ അനായാസം പിടിച്ചെടുക്കാൻ കടിക്കുന്ന പന്തുകൾ നമ്മൾ വിട്ട് കളയുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ ബൗണ്ടറി, 2 സിമ്പിൾ ക്യാച്ച്, ഒരു റൺഔട്ട് ശ്രമം ഒക്കെ ഇന്നലെ മാത്രം വന്നു. അതിൽ ജഡേജയൊക്കെ ഫീൽഡിൽ ആ രീതിയിൽ പുലിയാകുന്ന ഒരു പ്ലെയറാണ്. പക്ഷെ ജഡേജയുടെ കൈയൊക്കെ ചോർന്നു പോകും, ഒട്ടക്കൈ പോലെ ചോർന്നു പോവാണ്. ഇതിൽ മറ്റൊന്നുള്ളത് പിന്നെ ഇതിൽ നമുക്ക് പ്രതിഭകൾ ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ ഉദാഹരണത്തിന് മുഹമ്മദ് സിറാജിന് വിശ്രമം അനുവദിച്ചിട്ടുള്ള ഒരു പരമ്പരയാണ് ഇത് എന്നുള്ളതാണ്. അദ്ദേഹം മുസ്താഖ് അലി ട്രോഫി കളിക്കണം. വിശ്രമം അനുവദിച്ച ഒരു മനുഷ്യൻ വീട്ടിലിരിക്കാതെ മുസ്താഖ് അലി ട്രോഫി കളിക്കുന്നു. അതുപോലെ തന്നെ മുഹമ്മദ് ഷമി ഇത് കണ്ട് ചിരിക്കുന്നുണ്ടാവും ശരിക്കും. എന്ന് പറഞ്ഞാൽ പ്രസീദ് കൃഷ്ണയും ഹർഷിത് റാണയും പാർശ്വദീപ് സിംഗിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു T20 സ്പെഷ്യലിസ്റ്റ് ബോളറായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. എന്നാൽ അദ്ദേഹം ഏഷ്യ കപ്പ് T20 അദ്ദേഹത്തെ ഇറക്കിയിരുന്നു. എന്നാൽ ഏകദിനത്തിൽ അദ്ദേഹത്തെ സ്ഥിരമായി കളിപ്പിക്കുന്നു. അദ്ദേഹം മാത്രമാണ് ഇന്നലെ നേരെ ഇന്ത്യക്കായി ഡെലിവറി ചെയ്തിട്ടുള്ളത്. ബാക്കിയെല്ലാം അദ്ദേഹമാണ് ഏറ്റവും കുറഞ്ഞ എക്കോണമിയിൽ ഇന്നലെ പന്തെറിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ജഡേജയാണ്. ബാക്കി എല്ലാവരും 70 മുകളിൽ റൺസ് വിട്ടുകൊടുക്കുന്നതാണ് നമ്മളിങ്ങനെ കണ്ടത് എന്നുള്ളതാണ്. അതേസമയം ഇപ്പോൾ ജസ്പ്രീത് ബുംറയുടെ കാര്യം നമ്മൾ എടുക്കാം. അദ്ദേഹം കുറേ കാലമായി ഏകദിനത്തിൽ കളിച്ചിട്ടുള്ളത് റിയാലിറ്റി തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷെ നിർണായകമായ മാച്ചുകൾ വരുന്ന സമയത്ത് ഇപ്പോൾ വെസ്റ്റ് ഇൻഡീസിനെതിരെ അദ്ദേഹത്തിന് വിശ്രമം അനുവദിച്ചിട്ടില്ല. അദ്ദേഹം കളിച്ചു. അവിടെ ബുംറ ഇറക്കേണ്ട ഒരു ആവശ്യവുമില്ല, വേറെ ആരെങ്കിലും പരീക്ഷിക്കാമായിരുന്നു. അതേസമയം ദക്ഷിണാഫ്രിക്കെതിരെ നിർണായകമായ ഒരു പരമ്പരയിൽ അദ്ദേഹത്തിന് വിശ്രമം കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രശ്നങ്ങൾ തെരഞ്ഞാൽ നമ്മുടെ ഡ്രസ്സിംഗ് റൂമിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്.